ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തെരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ട്. എന്നാൽ വോട്ടു തേടിയെത്തുന്നവർക്ക് മുന്നിൽ മറ്റൊരു പ്രകടന പത്രിക സമർപ്പിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു കൂട്ടം വോട്ടർമാർ. ആവശ്യങ്ങൾ ബാനറിൽ രേഖപ്പെടുത്തി പ്രദർശിപ്പിക്കുക മാത്രമല്ല, സ്ഥാനാർത്ഥികളെ വിളിച്ചു വരുത്തി അറിയിക്കുകയും ചെയ്തു. വെറുതെ സ്ഥാനാർത്ഥികൾ പറഞ്ഞുപോയാൽ പോരാ, മുദ്രപത്രത്തിൽ എഴുതി ഉറപ്പ് ഒപ്പിട്ട് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. കൊച്ചി നഗരസഭയിലെ 32-ാം ഡിവിഷനിൽ ചന്ദ്രത്തിൽ റോഡിന് തുടക്കത്തിലാണ് ജനങ്ങളുടെ പ്രകടന പത്രികാ ബാനർ. സ്ഥാനാർത്ഥികൾ നടപ്പിലാക്കി തരേണ്ട ആവശ്യങ്ങൾ അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാടത്തോടിന് വശത്ത് ബാരിക്കേഡുകൾ നിർമ്മിക്കുക, തോടിന് സമീപമുള്ള കനാൽ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ വിരിക്കുക, തെരുവു നായ്ക്കളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, അങ്ങനെ 12 ആവശ്യങ്ങൾ. ബാനർ വെക്കുന്നതിന് മുൻപ് 3 സ്ഥാനാർത്ഥികളെയും വിളിച്ചു വരുത്തി. എത്തിയ 2 പേരോട് ആവശ്യങ്ങൾ നേരിട്ടുന്നയിച്ചു. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകും, പിന്നെ തിരിഞ്ഞടക്കാറില്ല. അപ്പം ഞങ്ങളുടെ അസോസിയേഷൻ ഒരു കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ കൂട്ടായി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കി തരുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മൊത്തം എല്ലാ അസോസിയേഷനും എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ബാനർ വെച്ചതും ഞങ്ങളുടെ മീറ്റിംഗിൽ ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. 120 കുടുംബങ്ങളാണ് ഡിവിഷനിലുള്ളത്. അധികൃതരോട് പലതവണ പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ് എല്ലാം. ഒരു നടപടിയും ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പാണ്, ഈ അവസരം പാഴാക്കാൻ പാടില്ല. വോട്ട് അഭ്യർത്ഥിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന വാക്കു പാലിക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണണം. വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഈ റോഡിൽ വളരെ നാളുകളായിട്ട് നടക്കേണ്ടിയിരുന്ന പല ആവശ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു വാടത്തോട് എന്ന് പറഞ്ഞ തോടുണ്ട്. അവിടെ ആ തോട് വളരെ ഉപദ്രവം ചെയ്യുന്നതാണ്. ആ തോടിന്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാൻ ഒരു 2 വീലറും 3 വീലറും കൊണ്ടുപോകാൻ സാധിക്കും. ലോക്കൽ അസോസിയേഷൻ കാര്യത്തിൽ ഈ പാർട്ടി അല്ല വലുത്, പാർട്ടിയേക്കാൾ വലുത് ഇവിടെ പ്രവർത്തിക്കാൻ ശേഷിയും കഴിവും മനസ്സും ഉള്ള, അതേപോലെ തന്നെ അഴിമതി ഇല്ലാത്ത ഒരു കൗൺസിലിനെ ഞങ്ങൾക്ക് ആവശ്യം. ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഒന്നല്ല, നിരവധിയാണ്. ഇവിടേക്ക് എത്തുന്ന ഓരോ സ്ഥാനാർത്ഥിയും നേരിടാൻ പോകുന്നത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ക്യാമറമാൻ അതീഷിനൊപ്പം കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളത്തെ ചന്ദ്രത്തിൽ റോഡ് റെസിഡൻസ് അസോസിയേഷനാണ് ഈ നിലയിൽ. നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉറപ്പു നൽകിയാൽ വോട്ട് നൽകാം, അതും മുദ്രപത്രത്തിൽ എഴുതി നൽകണം എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ച് അവിടെ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങുന്ന റെസിഡൻസ് അസോസിയേഷൻ എന്നതുകൂടി ശ്രദ്ധിക്കുക. മറ്റൊരു വിശേഷത്തിലേക്കാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ പ്രതിസന്ധിയിലായത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അനുഭാവികളുമാണ്. നാളിതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച ഡിവിഷനിൽ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും എന്ന ചോദ്യമാണ് കോൺഗ്രസ് അനുഭാവികൾക്ക് മുന്നിലുള്ളത്. അതേസമയം പത്രിക തള്ളിയതിൽ നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ നേതൃത്വം. CPIM നേതാവായ കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റും BJPയിലെ രചന പ്രതാപനും നേർക്കുനേർ പോരാട്ടമാണ്. ഈ 2 സ്ഥാനാർത്ഥികൾ മാത്രമേ അവിടെ മത്സരരംഗത്തുള്ളൂ. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. അത് നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതുകൊണ്ടാണ്. കോൺഗ്രസ് വിജയമുറപ്പിച്ചിരുന്ന ഒരു ഡിവിഷനാണത്. അവിടെ ആർക്ക് വോട്ട് ചെയ്യും എന്ന ധർമ്മസങ്കടത്തിലാണ് അവിടെയുള്ള കോൺഗ്രസുകാർ. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നാളിതുവരെ UDF സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ഡിവിഷനാണ് കടമക്കുടി. ആ കടമക്കുടി ഡിവിഷനിൽ ഈ വട്ടം UDFന് സ്ഥാനാർത്ഥിയില്ല. LDFും BJPയും തമ്മിലാണ് ഈ വട്ടം കടമക്കുടി ഡിവിഷനിൽ മത്സരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തർക്കങ്ങളില്ലാതെ നടന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അഡ്വക്കേറ്റ് LC ജോർജ് പ്രചാരണവും ആരംഭിച്ചു. ആദ്യഘട്ട പ്രചരണത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം നടത്താനായി. ആ ആത്മവിശ്വാസത്തിൽ ഡമ്മി പോലുമില്ലാതെ പത്രിക നൽകി. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളി. ഇതോടെ നേതൃത്വവും കോൺഗ്രസ് അനുഭാവികളും പ്രതിസന്ധിയിലായി. ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോട്ടൊക്കെ വോട്ട് ചെയ്യും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
വർഷങ്ങളായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കടമക്കുടിയിൽ നിന്ന് വിജയിക്കുന്നത്. എന്നും കോൺഗ്രസിന്റെ ഉറച്ച കോട്ട. പക്ഷേ ഈ വട്ടം ജില്ലാ പഞ്ചായത്തിൽ കടമക്കുടി ഡിവിഷനിൽ കൈപ്പത്തി ചിഹ്നമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യുമെന്നുള്ളതല്ല ഞങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. കാരണം അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം ഇത്രയും പരിചയസമ്പന്നയായ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയില്ലാതെ വന്നതോടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും എതിർ പാർട്ടിക്കാരെ വെല്ലുവിളിച്ചവരും വെട്ടിലായി. ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെപ്പോലും നിർത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ഒട്ടും ജാഗ്രത കാണിക്കാതെ പത്രിക സമർപ്പിച്ചതിലും പ്രവർത്തകർക്കും അനുഭാവികൾക്കും രോഷമുണ്ട്. ഇനി എന്ത് എന്ന അനുഭാവികളുടെ ചോദ്യത്തിന് ജില്ലാ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട്. പാർട്ടി ഞങ്ങൾ തീരുമാനമെടുക്കും. DCC നേതൃത്വം അതുപോലെ ഞങ്ങളുടെ നേതൃത്വം ഉണ്ട്. ആ നേതൃത്വം ഞങ്ങളൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. DCCക്ക് മാത്രമാണ് ഇപ്പോഴും വിഷയത്തിൽ പ്രതീക്ഷയുള്ളത്. വിഷയത്തിൽ നിയമപോരാട്ടം തുടരും. ഡിവിഷൻ ബെഞ്ചിനെയോ ട്രൈബ്യൂണലിനെയോ സമീപിക്കാനാണ് നീക്കം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ ഉറച്ച കോട്ടയായിരുന്നു കടമക്കുടി ഡിവിഷൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ ഇനി എന്തെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് അനുഭാവികളുടെ മുന്നിലുള്ളത്. ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ, അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാതെ പോയതിൻ്റെ ദുഃഖമാണ് ഇപ്പോൾ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. അതിനിപ്പോൾ നേതൃത്വം ഇനി തലപുകഞ്ഞ് ചിന്തിച്ചിട്ട് എന്തു കാര്യം എന്നാണ് പ്രദേശത്തുള്ള മറ്റ് നാട്ടുകാരെല്ലാം ചോദിക്കുന്നത്. കോൺഗ്രസ് അനുഭാവികളാകട്ടെ പ്രവർത്തകരാകട്ടെ അവരാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള വലിയ ധർമ്മ സങ്കടത്തിലുമാണ്. നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്ത ആ വാർത്തയോട്, പൊതുജനം കഴുതയല്ല സാറിൽ വന്ന ആ വാർത്ത, റെസിഡൻസ് അസോസിയേഷൻ മുദ്രപത്രത്തിൽ സ്ഥാനാർത്ഥികൾ ഉറപ്പു നൽകണം എന്ന ആ വാർത്തയോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ആതിര സുജിത്ത് പറയുന്നു അത് കൊള്ളാം, വെറുതെ പോയി വോട്ട് ചെയ്താൽ പോരല്ലോ എന്ന കാര്യം. സൈദലവി KP പറയുന്നു എല്ലാ വോട്ടും ഇതുപോലെ ഒപ്പിട്ട് വാങ്ങിയാൽ പിന്നെ കേരളം നന്നാവും എന്ന കാര്യം. അങ്ങനെ നിരവധി പ്രേക്ഷകർ. അരുൺ ജി പറയുന്നുണ്ട് നമ്മളൊരു സ്ഥാനാർത്ഥിയെ നമ്മുടെ കാര്യങ്ങൾ നോക്കുവാനായി തിരഞ്ഞെടുത്തയച്ചിട്ട് അയാൾ കൃത്യമായി ജോലി ചെയ്യുന്നില്ലെങ്കിൽ അയാളെ ജനവിധിയിലൂടെ തന്നെ പുറത്താക്കാനുള്ള നിയമം വരണം എന്നാണ് പറയുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രകടന പത്രിക മുദ്രപത്രത്തിൽ എഴുതി ഒപ്പുവെക്കാൻ നിയമവശങ്ങളുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേരിൽ എന്തു നടപടിയെടുക്കും? ഒരു നടപടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമപ്രകാരമൊന്നും അതിന് യാതൊരു വ്യവസ്ഥയുമില്ല. പക്ഷേ ഈ നിലയിലുള്ള ഉറപ്പുകൾ അത് ലംഘിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ഉറപ്പ് കാണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയോടും പാർട്ടിയോടുമൊക്കെ അവരുടെ മുഖത്ത് നോക്കി ജനങ്ങൾക്ക് ചോദിക്കാൻ കഴിയും എന്നത് മാത്രമാണ് ഇത്തരം ഉറപ്പുകൾ വാങ്ങുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുക. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാമതാണ് ശംഖുമുഖം ബീച്ച്. ബീച്ചിലെ തീരശോഷണത്തെക്കുറിച്ചും കടലാക്രമണത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചതുമാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം നശിച്ചു പോകുന്നവയുമുണ്ട്. വട്ടക്കുളം എന്നറിയപ്പെട്ടിരുന്ന കുളത്തെക്കുറിച്ചാണ് പൊതുജനം കഴുതയല്ല സാർ പറയാൻ പോകുന്നത്. വരൾച്ചയുടെ കാലത്തും വറ്റാതിരുന്ന ശുദ്ധജലവാഹിനിയെന്ന് കുളത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുളത്തിൻ്റെ അവസ്ഥ ശോചനീയമാണ്. ശംഖുമുഖം ബീച്ച് തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ കൽമണ്ഡപവും കുളവുമൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ശേഷിപ്പ് കൂടിയാണ്. പക്ഷേ ഇവയെല്ലാം കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാലത്ത് ആറാട്ട് ചടങ്ങുകളുടെ ഭാഗമായിരുന്നു വട്ടക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചക്രതീർത്ഥക്കുളം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്ന ചരിത്രശേഷിപ്പ്. എന്നാൽ ഇന്ന് കാടുമൂടി ദുർഗന്ധം വമിച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഈ ജലാശയം മാറിയിരിക്കുന്നു. പലർക്കും ഇങ്ങനെയൊരു സ്മാരകം ഇവിടെയുണ്ടോ എന്നതുപോലും സംശയമാണ്. വേസ്റ്റ് കംപ്ലീറ്റ് ഇവിടെയാണ്. മദ്യക്കുപ്പികളും അതും ഇതും എല്ലാം ഇതാണ്. ഒരു 100 വർഷത്തിൽ പരം പഴക്കമുള്ളതാണ്. ഇവിടെ ആർക്കും വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നന്നാക്കിയെടുത്ത് ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം രാജാവിൻ്റെ ഭരണകാലത്തൊക്കെ ഇത് ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇപ്പോൾ ആരും ഇതിൽ തിരിഞ്ഞു നോക്കണില്ല. ഏറ്റെല്ലാം തകർന്ന് കിടക്കുകയാണ്. കാരണം ഇത് ചുറ്റും ഈ അവസ്ഥയാണ്.
കുളത്തിന്റെ സംരക്ഷണ മതിലും ഗേറ്റുമടക്കം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ചരിത്രശേഷിപ്പുമായി ബന്ധപ്പെട്ട ഒരുവിധ അടയാളങ്ങളോ രേഖപ്പെടുത്തലുകളോ ഇല്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി കുളം മാറിയതോടെ ഈ ഭാഗത്തേക്ക് വിനോദസഞ്ചാരികളോ പ്രദേശവാസികളോ പോകാതായി. ഒരു സുരക്ഷാ മുന്നറിയിപ്പോ സ്ട്രീറ്റ് ലൈറ്റോ കുളത്തിന്റെ പരിസരത്ത് എവിടെയുമില്ല. ശംഖുമുഖം ബീച്ചിലേക്കുള്ള നടപ്പാതയ്ക്ക് സമീപമായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. പണ്ട് ശംഖുമുഖത്തൊക്കെ ആറാട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ കുളമൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ കാടും ഇതെല്ലാം ഇങ്ങനെ ആയി കിടക്കണ വൃത്തി ഇതല്ലാതെ കിടക്കണോണ്ട് കാണുമ്പോഴത്തേനും അതൊരു നമ്മൾ കണ്ട സമയത്തുള്ള ഇതല്ലെല്ലാം തോന്നുന്നുണ്ട്. ഇന്ന് ഇത്രയും ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന സ്ഥലമില്ല, അപ്പോൾ അത് വൃത്തിയാക്കണത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ എല്ലാവർക്കും ആരാ വന്നാലും അവർക്കൊന്ന് കാണുമ്പോഴത്തേനും ഒരു കൗതുകമല്ലേ ആൾക്കാർക്കെല്ലാം. ഇത്രയും ചരിത്ര വസ്തുക്കളെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ അത് എന്തായാലും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ അടുത്ത ജനറേഷന് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഒരു കാലത്ത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയായിരുന്നു ഈ കുളം. കടലിന് തൊട്ടടുത്തായിട്ടും വെള്ളത്തിൽ ഉപ്പുരസമില്ലെന്ന പ്രത്യേകതയുമുണ്ട്. വരുംകാലത്തും ജലസ്രോതസ്സായി കുളം ഉപയോഗിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇതിങ്ങനെ നശിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടുന്നില്ലെന്ന് മാത്രം. ഇതുപോലൊരു നിർമ്മിതി ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. തൊട്ടടുത്തുള്ള ആറാട്ടുമണ്ഡപം തീരശോഷണം മൂലം നാശത്തിന്റെ വക്കിലാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും അധികൃതരുടെയും ശ്രദ്ധക്കുറവ് മൂലം ഈ ചരിത്ര സ്മാരകവും ഇല്ലാതാകുന്നു. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരത്തെ ഈ ചക്രതീർത്ഥ കുളത്തെ മാലിന്യങ്ങൾ നിറച്ച് ചക്രശ്വാസം മുട്ടിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആ കുളത്തെ സംബന്ധിച്ച് അതൊരു ജലാശയമാണ്. ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. പല പ്രേക്ഷകരും, അരുണിനെ പോലുള്ള പല പ്രേക്ഷകരും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. വൈകിട്ട് 4 മണിക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാലാവസ്ഥ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 3 മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സർ പോകുന്നത്. അതൊരു ലേശം കൗതുക വാർത്ത കൂടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട്ടെ ഒരു വോട്ട് കുടുംബത്തെ പരിചയപ്പെട്ടാലോ? തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞാലും ഈ കുടുംബത്തിൽ എന്നും വോട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കണം. പ്രേക്ഷകർ ഈ കാര്യമൊക്കെ കേട്ട് കൺഫ്യൂഷനിലാകേണ്ട കാര്യമൊന്നുമില്ല. വോട്ട് എന്നത് ഇവരുടെ കുടുംബനാമമാണ്. ഈ വോട്ട് കുടുംബത്തെ ഒന്ന് കണ്ടുവരാം. ഞാൻ ജൂലി വോട്ട്. എൻ്റെ പേര് ആലിസ്റ്റർ ഇഗ്നേഷ്യസ് വോട്ട്. എൻ്റെ പേര് അലിഷ മേരി വോട്ട്. ബ്രിട്ടീഷ് മറൈൻ ഷിപ്പിൽ ക്യാപ്റ്റനായിരുന്ന ആൽബർട്ട് വോട്ട് എന്ന ജർമ്മൻകാരിൽ നിന്ന് തുടങ്ങുന്നു വോട്ട് കുടുംബത്തിന്റെ ചരിത്രം. കോഴിക്കോട്ടെത്തിയ ആൽബർട്ട് വോട്ട് സൈനിക സേവനത്തിന് ശേഷം പിന്നീട് കോഴിക്കോട് വിട്ടുപോയില്ല. മൂന്നാലിങ്കലിലായിരുന്നു ഇവരുടെ തറവാട് വീട്. ആൽബർട്ട് വോട്ടിന്റെ പേരക്കുട്ടി ആൽബർട്ട് വോട്ട് ജൂനിയർ ഇപ്പോൾ വിദേശത്താണ്. പേര് വോട്ടെന്നാണെങ്കിലും ആൽബർട്ടിന്റെ പേര് ഇത്തവണ വോട്ടർ പട്ടികയിലില്ല. വീട്ടിലെ മറ്റു 3 പേർക്കും വോട്ടുണ്ട്. ഇപ്പോൾ ജർമ്മൻ പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ്. ഞങ്ങളുടെ മുത്തശ്ശനാണ് ക്യാപ്റ്റൻ ആൽബർട്ട് വോട്ട്. അദ്ദേഹം ഇവിടുത്തെ മിലിറ്ററി മറൈൻ ഷിപ്പിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് സെബാസ്റ്റ്യൻ ബോബി വോട്ട്. അത് എൻ്റെ ഫാദറിനിലോ. സെബാസ്റ്റ്യൻ ബോബി വോട്ടിൻ്റെ ഇളയ മകനാണ് ആൽബർട്ട് ജൂനിയർ ആൽബർട്ട് വോട്ട് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ BPT വിദ്യാർത്ഥിയായ അലിസ്റ്റർ വോട്ടിന് ഇക്കുറി കന്നി വോട്ടാണ്. എഴുത്തുകാരിയും അധ്യാപികയുമായ ജൂലി വോട്ടിനും വോട്ടുണ്ട്. ഫാമിലി ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഫാമിലി, കോഴിക്കോട് സിറ്റിയിൽ തന്നെ 3-4 താമസിക്കുന്ന ഫാമിലി ആയിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കൗതുകത്വം കൊണ്ടായിരിക്കാം, ആ ഒരു കൗതുകം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആവാം, ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ്ങിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ഇവരെ പേര് വിളിക്കുന്നതിന് പകരം വോട്ടെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്.
അപ്പം ഞാൻ വന്നതിന് ശേഷം അത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എൻ്റെ പേരിലും ഞാൻ ഈ സർനെയിം ആഡ് ചെയ്ത വിവാഹത്തിന് ശേഷം എൻ്റെ പേരിനൊപ്പവും വോട്ട് എന്ന സർനെയിം ആഡ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പേര് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മാധ്യമ ശ്രദ്ധയിലേക്കും ഇപ്പോൾ വേൾഡ് വൈഡ് വോട്ട് എന്ന ഫാമിലി ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾവിക്കാർക്ക് കൗതുകമാണ് ഈ വോട്ട് ഫാമിലിയുടെ കഥ. വോട്ടു തേടി വോട്ട് ഫാമിലിക്ക് അരികിലെത്തുന്ന സ്ഥാനാർത്ഥികളും നിരവധി. അപ്പോൾ ഇതാണ് വോട്ട് ഫാമിലി കേരളത്തിലേക്ക് എത്താൻ കാരണക്കാരനായ ആൽബർട്ട് വോട്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല എല്ലാ ദിവസവും ഈ വീട്ടിൽ വോട്ടുണ്ട്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. വോട്ടുകാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും വോട്ടുള്ള ആ കോഴിക്കോട്ടെ വോട്ട് ഫാമിലിയെ പ്രേക്ഷകർ പരിചയപ്പെട്ടല്ലോ. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. കണ്ണൂരിലെ ചിത്രലേഖയെ മലയാളികൾക്ക് അങ്ങനെ മറക്കാനാകില്ല. ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ജാതീയതയ്ക്കും അക്രമത്തിനുമെതിരെ പൊരുതിയ ആ ചിത്രലേഖയുടെ വീട് ഇന്ന് ജപ്തിയുടെ വക്കിലാണ്. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ അർബൻ ബാങ്കാണ് ജപ്തി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജാതിവെറിയുടെ പേരിൽ 2 പതിറ്റാണ്ടോളം അതിക്രമം നേരിട്ട ചിത്രലേഖ CPM വിലക്കും ഓട്ടോ കത്തിക്കലും പരിഹാസവും ഒക്കെ താണ്ടി ചിത്രലേഖ നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. ഒടുവിൽ വീണുപോയത് അർബുദത്തിനു മുന്നിൽ മാത്രം. ആ ചിത്രലേഖയുടെ കുടുംബം ഇന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കുതിരത്തടത്തെ 5 സെന്റ് ഭൂമി 2016 മാർച്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചതായിരുന്നു. 5 ലക്ഷം രൂപയും നൽകാൻ തീരുമാനിച്ചു. കളക്ട്രേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റ് പടിക്കലുമായി 200 ദിവസം ചിത്രലേഖ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി കിട്ടിയതാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പിന്നീടെത്തിയ LDF സർക്കാർ ഈ തീരുമാനം മരവിപ്പിച്ചു. ശേഷം നടത്തിയ നിയമപോരാട്ടത്തിൽ സ്ഥലം തിരികെ ലഭിച്ചു. എന്നാൽ പണം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും വീടുണ്ടാക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു 2016 കോൺഗ്രസ് ഭരണത്തിലുള്ള കണ്ണൂർ അർബൻ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ കടമെടുത്തത്. കോൺഗ്രസ് എന്ന ചിത്രലേഖയ്ക്കൊപ്പമായിരുന്നു. പാർട്ടി വേദികളിലൊക്കെ അവർ ചിത്രലേഖയെ എത്തിച്ചു. വീട് വെച്ചു നൽകാമെന്നും നിയമസഹായം നൽകാമെന്നും ആവർത്തിച്ചുറപ്പു നൽകി. എന്നാൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വര പോലെയായി. എല്ലാ നേതാക്കളും വന്നിട്ട് കേസ് നമ്മൾ ഏറ്റെടുക്കും, നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരും, വീട് നമ്മൾ വെച്ചു തരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. വീടിൻ്റെ പണി പാതി വഴി കിട്ടിയിട്ട് അവർ പോയത്, ഒന്നും ചെയ്തു തന്നില്ല. കേസ് അവർ ഏറ്റെടുത്തിട്ട് അവരുടെ KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് മേഡാണ് എറണാകുളത്തുള്ളത് കേസ് ഇവരെ ഏൽപ്പിച്ചത്, കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ചത്. എന്നിട്ടും 6 വർഷം ചിത്രലേഖനം നടത്തിപ്പിച്ചു. തുടർന്നും ചിത്രലേഖയ്ക്കും ഭർത്താവിനും നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. ഈ വീടിന് നേരെ ആക്രമണമുണ്ടായി. ചിത്രലേഖയുടെ 2ാമത്തെ ഓട്ടോ കത്തിച്ചത് വീട്ടിന് മുന്നിൽ വെച്ചാണ്. പിന്നീട് ചിത്രലേഖ മരിച്ചു. പലിശയടക്കം 10 ലക്ഷത്തോളം രൂപയാണ് ബാങ്കിൽ അടയ്ക്കാനുള്ളത്. ബാങ്ക് അധികൃതർ കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസുമായി എത്തി. മാനസിക രോഗമുള്ള മകനെയും അദ്ദേഹത്തിന്റെ 2 കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടിറങ്ങണമെന്ന് ശ്രീകാന്തിന് അറിയില്ല. 12 വർഷത്തേക്ക് ഭൂമി വിൽക്കാനാകില്ല. ഈ നിയമക്കുരുക്ക് മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു. CPM കോൺഗ്രസ് ഒത്തുകളിയും സംശയിക്കുന്നുണ്ട് ഇവർ. റെഡി വാങ്ങാൻ ആളുണ്ട്, ഇപ്പം തന്നെ നമുക്ക് പൈസ തരും, അങ്ങനെ ആളുണ്ട്. പക്ഷേങ്കിൽ അത് സമ്മതിക്കുന്നില്ല ഇവർ. അതും പാർട്ടീൻ്റെ സമ്മർദ്ദം തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും CPM ആയിട്ട് ഡീലുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കല്ലോ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്ര ഇറങ്ങിപ്പോയി ഇത്രയും അവർ ചെയ്ത് തന്നിട്ട് പിന്നെ നമ്മളോട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. നിയമപരമായി മാത്രമാണ് നീങ്ങിയതെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. തുക ഇളവ് ചെയ്തു നൽകാൻ തയ്യാറാണ്, എന്നാൽ അവധി നീട്ടി നൽകാനാകില്ല. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ചിത്രലേഖ കെട്ടിപ്പൊക്കിയ വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പലതും ചെയ്യാനുണ്ട്. വീട് വിൽക്കാനുള്ള കുരുക്കഴിക്കേണ്ടത് സർക്കാരാണ്. ഒരു കാലത്ത് എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് ആകട്ടെ അതിപ്പോഴെങ്കിലും പാലിക്കണം. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. തളരാത്ത പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് ചിത്രലേഖ. ആ പോരാട്ട വീര്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞത്. ഇന്നിപ്പോൾ പലരും അന്ന് ചിത്രലേഖയ്ക്കൊപ്പം എന്ന് പറഞ്ഞിരുന്ന പലരും ഇപ്പോൾ ചിത്രലേഖയുടെ കുടുംബത്തെ കുടിയിറക്കുന്നതിനുള്ള തിരക്കിലാണ്. അവർ അക്കാലങ്ങൾ ഓർക്കണം, അക്കാര്യവും ഓർക്കണം. ഏതായാലും ചിത്രലേഖയുടെ കുടുംബം, കാരണം ജീവിച്ചിരുന്നപ്പോൾ വലിയ പോരാട്ടം നടത്തിയ
അത് ജാതീയമായ പോരാട്ടത്തിനെതിരെ സാമൂഹ്യമായ അവഗണനയ്ക്കെതിരെ ഒക്കെ ജാതീയവും സാമൂഹ്യവും ഒക്കെയായ അവഗണനയ്ക്കെതിരായി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു പ്രതീകമായിരുന്നു ചിത്രലേഖ എന്നത് കേരളം മറക്കാൻ പാടില്ല. അന്ന് ചിത്രലേഖയെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഈ കാര്യത്തിൽ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമെന്നൊക്കെ പറഞ്ഞിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന കാര്യം ആ രാഷ്ട്രീയ പാർട്ടികളും മറക്കാൻ പാടില്ല എന്നതുകൂടി ഓർക്കുക. ചിത്രലേഖയുടെ കുടുംബത്തെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു കാരവൻ ടൂറിസം. എന്നാൽ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മലമ്പുഴയിലെ പാർക്കിൽ ഇതുവരെ ഒരു കാരവൻ പോലും എത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. കരുത്തോടെ കുതിക്കുന്ന കേരള ടൂറിസത്തിന് പുതിയ പൊൻതൂവലായി രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് അതായിരുന്നു മലമ്പുഴ കവ എക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക്. പക്ഷേ ഈ പദ്ധതിയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ പാർക്കിന്റെ ക്യാമ്പിന്റെ അവസ്ഥ എന്താണ് നോക്കാം. മലമ്പുഴ ഡാമിന്റെയും വന മലയോര മേഖലയുടെയും ഭംഗി ആസ്വദിക്കാവുന്ന തരത്തിൽ കവയിൽ 12.5 ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 6 വലിയ കാരവനുകളും 6 ക്യാമ്പർ വാനുകളും പാർക്ക് ചെയ്യാൻ പാർക്കിൽ സ്ഥലമുണ്ട്. കാറുകൾക്കും സ്കൂട്ടറുകൾക്കും ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പ്, വിനോദസഞ്ചാരികൾക്കായി 10 മുറികൾ. ക്യാരവാനുകളിൽ നിന്നുള്ള മലിനജലം പാർക്കിലെ മലിനജല സംസ്കരണ പ്ലാന്റിൽ സംസ്കരിക്കും. കുടിവെള്ളം, അലക്ക് സേവനങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ഡോർമിറ്ററി, റെസ്റ്റോറന്റ്, നീന്തൽക്കുളം തുടങ്ങിയ സൗകര്യങ്ങളും പാർക്കിലൊരുക്കും. വിനോദസഞ്ചാരികൾക്ക് സൈക്കിളുകളിലും ജീപ്പുകളിലും മലമ്പുഴയുടെ മനോഹരമായ ചുറ്റുപാടുകൾ കാണാൻ അവസരമുണ്ട്. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലും വാഗ്ദാനങ്ങളിലും വന്നതാണ് പദ്ധതി. ക്യാരവാൻ പാർക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ പാർക്കിൽ മറ്റ് സഞ്ചാരികൾക്കും പ്രവേശനമുണ്ടാകും. കല്യാണത്തിനും മറ്റു പരിപാടികൾക്കും പാർക്ക് വിട്ടു നൽകും. ശീതീകരിച്ച ലോഞ്ച് ഏരിയ, സുരക്ഷിതമായ സീറ്റുകൾ, അടുക്കള, കുളിമുറി, കിടപ്പുമുറി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ക്യാരവനിലുണ്ടാകും. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് 8 മാസം പിന്നിടുമ്പോഴും പാർക്ക് ഒഴിഞ്ഞുകിടക്കുകയാണ്. സമീപത്ത് സിനിമാ ഷൂട്ടിങ്ങിനെത്തുന്ന ക്യാരവനുകൾ മാത്രമാണ് പാർക്കിലെത്തുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ പദ്ധതിയുടെ പ്രതിസന്ധിക്ക് കാരണം ടൂറിസം വകുപ്പിന്റെ നിസ്സംഗതയാണെന്ന ആക്ഷേപം ശക്തമാണ്. കേരള ടൂറിസം 2020 തുടങ്ങിയ ക്യാരവാൻ പോളിസിയുടെ ഭാഗമായി ക്യാരവനും ക്യാരവാൻ പാർക്കുകളും വന്ന ആ ഒരു പുതിയ ടൂറിസം പ്രോഡക്റ്റ് അത് വളരെ നല്ല രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആദ്യം ക്യാരവനുകൾ വന്നു. പക്ഷേ ക്യാരവനുകൾ വന്നാൽ മാത്രം പോരെ, ക്യാരവൻ പാർക്കുകളും വേണം. ക്യാരവൻ പാർക്കുകൾ അതിനനുസരിച്ച് വന്നില്ല. പിന്നെ ക്യാരവൻ പാർക്കുകൾ വന്നു തുടങ്ങിയപ്പോൾ ക്യാരവനുകൾ അധികം യൂസേജ് ഇല്ലാതെ വരുന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് ക്യാരവനും ക്യാരവൻ പാർക്കുകളും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രോഡക്റ്റ് ഒരു ടൂറിസം ലൈനിൽ സക്സസ് ആകുകയുള്ളൂ. പകൽ സമയത്ത് കാഴ്ചകൾ കണ്ടുള്ള യാത്ര, രാത്രികാലങ്ങളിൽ ഈ കാരവൻ പാർക്കിൽ വിശ്രമം, അങ്ങനെയൊക്കെയായിരുന്നു പദ്ധതി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ മാസങ്ങൾ പിന്നിടുമ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ, ഒഴിഞ്ഞു കിടക്കുകയാണ്. അടുത്ത സർക്കാരെങ്കിലും ഈ പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ, പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന സർക്കാരും ടൂറിസം മന്ത്രിയുമൊക്കെ ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചതായിരുന്നു കേരളം ഇനി കാരവൻ ടൂറിസത്തിൻ്റെ കേന്ദ്രമാകാൻ പോകുന്നു, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാരവൻ പാർക്കുകൾ വരുന്നു എന്നൊക്കെ. ആ പ്രഖ്യാപനം കേട്ട് അതിൽ വിശ്വസിച്ച് നിക്ഷേപം ഇറക്കിയവർക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ. അവിടെ കാരവൻ പോയിട്ടൊരു കാർ, എന്തിന് ഒരു സൈക്കിൾ പോലും ഈ പാർക്കിലേക്ക് വരുന്നില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കോവളം സമുദ്ര ബീച്ച് പാർക്ക് തകർച്ചയുടെ വക്കിൽ. KTDCയുടെ അധീനതയിലുള്ള പാർക്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തുരുമ്പെടുക്കുന്നു. പരിപാലനത്തിന്റെ കുറവാണ് ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുത്തു. നശിച്ച കഫ്റ്റീരിയ മന്ദിരം ഏതു നിമിഷവും നിലം പൊത്തും. കുട്ടികളുടെ കളിക്കോപ്പുകൾ പലതും നശിച്ചു. ജലധാര പ്രവർത്തന സജ്ജമായി അധികമാവും മുമ്പ് നിലച്ചു. ഇങ്ങനെ അനാസ്ഥയുടെ വലിയ ഉദാഹരണമാണ്
തിരുവനന്തപുരം കോവളത്തെ സമുദ്ര ബീച്ച് പാർക്ക്. അധികൃതരാരും അതിന്റെ അകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നോ നോക്കുവാൻ ഇതുവരെ കേട്ട് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഈ കളിസ്ഥലമായ പാർക്ക്, അവിടുത്തെ പല ഉപകരണങ്ങളും തകരാറിലായിട്ടും അത് എന്തെന്ന് നോക്കുവാൻ അധികൃതരോ ആരാണെന്ന് ഇതിന് ചുമതലപ്പെടുത്തി ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ലൈറ്റുകളില്ല, ടോയ്ലറ്റുകളില്ല, പാർക്കിംഗ് സൗകര്യങ്ങളില്ല. വീക്കെൻഡുകളിൽ ട്രാഫിക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 10 വർഷം മുമ്പ് ആവിഷ്കരിച്ച പദ്ധതിയിൽ ആദ്യം പണിതീർത്ത പാർക്ക് സമാന രീതിയിൽ തകർന്നിരുന്നു. തുടർന്നാണ് പുതിയ പാർക്ക് നിർമ്മിച്ചത്. എന്നാൽ അതിനും അല്പായുസായി. പരിപാലനത്തിന്റെ കുറവാണ് തകർച്ചയ്ക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. ഏറ്റവും കൂടുതൽ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വരേണ്ട ഭാഗമാണ് ടൂറിസം. ടൂറിസത്തിൽ കോവളത്തിന് ഉണ്ടായിരുന്ന പ്രസക്തി വളരെ താഴോട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബീച്ചിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ബാത്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബീച്ചിൽ സാധാരണഗതി നമ്മൾ കാണുന്ന ഒരു സാധനങ്ങളും കോവളത്ത് നമുക്ക് കാണാനായിട്ടില്ല. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിദിനം കോവളത്തെത്തുന്നത്. ആ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടമാണ് ഇങ്ങനെ നാഥനില്ലാതെ നശിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നാണ് അധികാരികളുടെ ഉറപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വിഷയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.